എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പൊ ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ലേവ്യ പുസ്തകം 11 മുതൽ 25 വരെയുള്ള അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതാ. ചോദ്യം 1. ഒരുത്തൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം എത്ര സംവത്സരത്തിനകം അവന് അത് വീണ്ടുകൊള്ളാം? അടുത്ത ചോദ്യം. വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർ എന്ത് ശിക്ഷ അനുഭവിക്കണം? അടുത്ത ചോദ്യം. യഹോവയുടെ നാമത്തെ ദുഷിക്കുന്നവൻ എന്ത് ശിക്ഷ അനുഭവിക്കണം? അടുത്ത ചോദ്യം. കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതെങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അശുദ്ധമായ മൃഗം ഏത്? അടുത്ത ചോദ്യം. കുഷ്ഠലക്ഷണമുള്ളവനെ അശുദ്ധനെന്ന് വിധിക്കേണ്ടത് ആര്? അടുത്ത ചോദ്യം. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? അടുത്ത ചോദ്യം. അസസ്സേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ എന്തു ചെയ്യും? അടുത്ത ചോദ്യം. മാംസത്തിൻ്റെ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? അടുത്ത ചോദ്യം. വൃക്ഷങ്ങൾ നട്ടാൽ ഫലം എത്രാം സംവത്സരമാണ് കഴിക്കേണ്ടത്? അടുത്ത ചോദ്യം. 7-ാം മാസം 10-ാം തീയതി എന്തു ദിവസമാണ്? അപ്പോൾ ഇവയാണ് ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ മാക്സിമം നിങ്ങൾ 10 മണിക്കകത്ത് തന്നെ എല്ലാവരും ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴും 10 മണി കഴിഞ്ഞതിന് ശേഷവും പിന്നെ പിറ്റേ ദിവസം ഉത്തരങ്ങൾ അയക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ഒഴിവാക്കി 10 മണിക്കകത്ത് തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും ഒന്ന് അറിയിക്കുക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.